നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളും അതുപോലെ മു പഴയ സംവിധായകരും തമ്മിൽ വളരെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നാണ്. മുതിർന്ന സംവിധായകർ, മുതിർന്ന നിർമ്മാതാക്കൾ സിനിമയിൽ ആഹ്, സിനിമാ സമരവുമായി മുമ്പോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ അതിനോട് സഹകരിക്കേണ്ട എന്ന് താരങ്ങളുടെ സംഘടനയായ എഎംഎംഎ അമ്മ തീരുമാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും കാരണം മുതിർന്ന നിർമ്മാതാക്കൾക്ക് അതുപോലെ അതായത് പഴയ നിർമ്മാതാക്കൾക്ക് ഈ താരങ്ങൾ ആരും ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ താരങ്ങളെ വെച്ച് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ ആ സിനിമയ്ക്ക് ഒരു ഇനീഷ്യൽ കളക്ഷനും ഒരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ് സാധാരണയായി വിജയിക്കുന്നത്. എന്നാൽ ഈ നിർമ്മാതാക്കൾക്ക് താരങ്ങൾ ആരും ഡേറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ഈ താരങ്ങളോട് വിരോധമുണ്ടാകാനുള്ള ഒരു പ്രധാനമായ കാരണം. ഇതിൽ പ്രധാനിയായ സുരേഷ് കുമാറാണ് ഇതിന്റെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്താണ് മോഹൻലാൽ. എന്നാൽ മോഹൻലാൽ പോലും സുരേഷ് കുമാറിന് സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പുതിയ നിർമ്മാതാക്കൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് മോഹൻലാൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഈ പഴയ നിർമ്മാതാക്കൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ ഇറങ്ങി എന്നും ഒരേപോലെ ഒരിക്കലും ആർക്കും ശോഭിക്കാൻ കഴിയില്ല. കഴിവതും പൈസ ഉണ്ടാക്കുക, പോവുക. അതാണ് സിനിമാ വ്യവസായത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ ഈ പഴയ നിർമ്മാതാക്കൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർക്ക് എന്നും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കണം, എന്നും കാശ് വേണം, എന്നും ലൈം ലൈറ്റിൽ നിൽക്കണം എന്ന അങ്ങനെ ഒരു രീതിയിലാണ് അവരുടെ പെരുമാറ്റവും അവരുടെ രീതികളും എല്ലാം. പക്ഷെ അതൊരു കാരണവശാലും നിലനിൽക്കില്ല എന്നുള്ളതാണ്. താരങ്ങൾ അവർക്ക് മാക്സിമം കാശ് കിട്ടുന്ന പരിപാടി അവർ ചെയ്യുന്നു. അവർ കാശും മേടിക്കുന്നു. അങ്ങനെ പോകുന്നു. അവരെ അതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കാശ് കിട്ടുന്ന സമയത്ത് മേടിക്കുക എന്നുള്ളതാണുള്ളൂ. പിന്നെ അവർ നിർമ്മാതാക്കളാകുന്നു മറ്റൊരു കാരണം. അവർക്ക് നിർമ്മാതാക്കളാകുന്നു, അവർക്ക് പൈസയുണ്ട്. അവരുടെ സിനിമ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് അവര് സിനിമ ചെയ്യുന്നത്. അതുവരെ അവർ ഈ നിർമ്മാതാക്കളെ താങ്ങി നടക്കുകയും അവരോട് അവസരങ്ങൾ ചോദിക്കുകയും അവരോട് വളരെ റെസ്പെക്റ്റോട് പെരുമാറുകയൊക്കെയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ദിലീപിനെ നോക്കാം. ദിലീപ് ഒരുവിധം മാർക്കറ്റ് ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻ അതിനു മുമ്പ് തന്നെ അദ്ദേഹം കുറെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് അഭിനയിച്ചിരുന്നു. അതായത് മീശ മാധവൻ, പറക്കും തളിക തുടങ്ങിയ സിനിമകളുടെ ഒരു സീരീസിന് ശേഷമാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആരംഭിക്കുകയും CID മൂസ എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തത്. അപ്പോൾ ആ സിനിമ വിജയമായി. അപ്പോൾ ദിലീപിന് നല്ല പൈസ കിട്ടി. പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ മുമ്പോട്ട് പോയി. മോഹൻലാൽ ആണെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് പ്രണവ് മൂവീസ് ആയിരുന്നു. അദ്ദേഹത്തിനൊരു കേരളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം സിനിമ നിർമ്മിച്ചു തുടങ്ങിയത്. താരങ്ങൾ അങ്ങനെ ചെയ്യും. ഇത് പണ്ടുകാലം മുതലേ ഉള്ളതാണ്. ഉമ്മർ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ബഹദൂർ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പ്രേം നസീർ സിനിമ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ പലരും ഈ സിനിമാ നിർമ്മാണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. സിനിമയിലേക്ക് വന്നിട്ടുള്ള പല നടീനടന്മാരും സിനിമ നിർമ്മിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ദേവൻ സിനിമ നിർമ്മിച്ചാണ് വന്നിട്ടുള്ളത്. ഇന്നസെന്റ് സിനിമ നിർമ്മിച്ചാണ് കടന്നു വന്നിട്ടുള്ളത്. വിജയകുമാർ സിനിമ നിർമ്മിച്ചാണ് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പല ആളുകളും മമ്മൂട്ടി സിനിമകൾ ഇതിന് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ചിയേഴ്സ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെയുള്ള സിനിമകളൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും IV ശശിയും സത്യനന്ദിക്കാടൊക്കെ കൂടി നിർമ്മിച്ച സിനിമകളാണ്. ഇങ്ങനെ ഫോക്കസ് ഉള്ള നിർമ്മാണ കമ്പനികൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പഴയ നിർമ്മാതാക്കൾക്ക് ആരും ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നാമത് പഴയ നിർമ്മാതാക്കൾ ഈ നടന്മാർ പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. അവരവരുടേതായ രീതിയിലും കാര്യങ്ങളൊക്കെ പോവുള്ളൂ. പിന്നെ പൈസയൊക്കെ ആണെങ്കിലും അവർക്ക് പലപ്പോഴും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ പുതിയ നിർമ്മാതാക്കൾ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു ആഘോഷമായിട്ടാണ് കാണുന്നത്. അവരൊരു 10, 20 സിനിമ നിർമ്മിക്കണമെന്നും അവർക്ക് യാതൊരു നിർബന്ധമില്ല. അവരൊരു സിനിമയെങ്കിലും നിർമ്മിക്കുക, പൈസ റിട്ടേൺ കിട്ടുക, ആ സിനിമയുടേതായ സന്തോഷമൊക്കെ ആഘോഷിക്കുക, അതിനുശേഷം അവർ തിരിച്ചു പോവുക. അങ്ങനെ ഒരു രീതിയിലാണ് അവർ വരുന്നത്. പക്ഷേ മാത്രമല്ല ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികൾ ഇപ്പോൾ വരുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ പല നിർമ്മാണ കമ്പനികളും വരുന്നുണ്ട്. അപ്പോൾ അവരും നന്നായി തന്നെ പൈസ മുടക്കുന്നുണ്ട്. പക്ഷേ ഈ പഴയ നിർമ്മാതാക്കൾക്ക് ആർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല. അതാണ് അവരുടെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഈ താരങ്ങൾ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു കാരണവശാലും ഇനീഷ്യൽ പുള്ള് കിട്ടുകയുമില്ല എന്നുള്ളൊരു കാരണമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഈ സിനിമാ നിർമ്മാതാക്കൾ ഇങ്ങനെ സമരം ചെയ്യുന്നതിന്. മാത്രമല്ല ഇവർക്ക് മറ്റൊരു അജണ്ട കൂടിയുണ്ട്. അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുക. അവരവരുടെ സന്തോഷത്തിന് വേണ്ടി സിനിമ നിർമ്മിക്കുന്നതിന് ഇവർക്കെന്താണ് പ്രശ്നം? അവരുടെ കാശ് പോവാതിരിക്കും. എല്ലാവരും സിനിമ എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ വേണു കുന്നപ്പള്ളി സിനിമ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തോമസ് ടി കുരുവിള സിനിമ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ വിദേശത്ത് ബിസിനസ്സുള്ള ആളുകളൊക്കെ വന്ന് സിനിമ നിർമ്മിക്കുക, അവരത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഈ പഴയ നിർമ്മാതാക്കൾ എന്തിനാണ് ഈ വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാശ് പോണവന്റെ കാശ് പോവും.
ആൾക്കാർക്ക് നല്ല സിനിമയാണെങ്കിൽ കാണും, ഇല്ലാത്ത സിനിമയാണെങ്കിൽ കാണില്ല. ഇത് ഈ വ്യവസായം തുടങ്ങിയ കാലം മുതലുള്ള ഒരു സംഭവമാണെന്ന് ഇവന്മാരാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സിനിമാ പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഗവൺമെന്റിനെ മാക്സിമം സമ്മർദ്ദത്തിലാക്കുക, അവരിൽ നിന്ന് നേരെ ഒരുപാട് സബ്സിഡികൾ മേടിക്കുക, കറണ്ടിന്റെ സ്ലാബ് കുറയ്ക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ആർട്ട് ഫോം ആയതുകൊണ്ട് ഗവൺമെന്റ് കുറെ സപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളെല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം പറഞ്ഞ് സമരം ചെയ്യുവാണെങ്കിൽ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയൊക്കെ കൂടും. പക്ഷെ ഇവര് അതങ്ങനെ ചെയ്യുന്നില്ല. ഇവര് താരങ്ങളെയും ടാർഗറ്റ് ചെയ്യണം, അതിനൊപ്പം ഗവൺമെന്റിനെയും ടാർഗറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവര് ഈ ചെയ്യുന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലാണ് ഈ നിർമ്മാതാക്കൾ എന്ന് ഇവർക്ക് ചെയ്യുന്നത്. ഇവരുടെ ഈ ആവശ്യങ്ങൾ ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. ഗവൺമെന്റ് കുറെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസുകളുടെ റെന്റൊക്കെ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ കുറച്ചൊക്കെ കുറച്ചു കൊടുക്കേണ്ടതാണ്. കാരണം ഇപ്പോഴുള്ള ഒരു പോപ്പുലർ ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ സിനിമയാണ്. അതിനെ ഒരു സംസ്ഥാന സർക്കാർ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവര് പറയുന്ന പല കാര്യങ്ങളും ന്യായീകരിക്കത്തക്കതല്ല. പിന്നെ സിനിമ നടീനടന്മാർ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ വിളിക്കുക, ഇഷ്ടമില്ലെങ്കിൽ അവരെ വിളിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ വിളിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ന്യായമായ കാര്യമല്ല. പിന്നെ ഈ സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എന്നൊരു ശല്യക്കാരൻ തന്നെയാണ്. കാരണം അയാൾ ആദ്യം വേണ്ട നടിമാർ ഒരിക്കലും മാനേജറെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കി, ക്യാരവാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ അദ്ദേഹത്തിന്റെ മകൾക്ക് ഇതെല്ലാം ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ സിനിമ നിർമ്മിക്കണം, പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാർക്കും പറ്റില്ല എന്നുള്ള ഒരു മനോഭാവമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ഇവരുടെ ഈ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. താരങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ സിനിമ നിർമ്മിക്കും. ചിലരുടെ ഇപ്പോൾ കാശ് പോകും. ഇപ്പൊ ജോജു ജോർജ് ഏതൊരു സിനിമ നിർമ്മിച്ച് അദ്ദേഹത്തിന്റെ 2 കോടി രൂപ പോയി എന്ന് പറഞ്ഞ് നിർമ്മാതാവുമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടു. ഏതൊരു സംവിധായകനുമായിട്ട്. ഇങ്ങനെ അവരുടെയും കാശ് പോകുന്നുണ്ട്. അവർക്കും ലൈം ലൈറ്റ് പിടിച്ചിരിക്കുന്നതിന് വേണ്ടി അവർ ആ സിനിമ നിർമ്മിക്കും. ചില സമയത്ത് അത് ഹിറ്റാവും, ചില സമയത്ത് അത് ഫ്ലോപ്പ് ആവും. അങ്ങനെ അവരുടെയും കാശ് പോകുന്നുണ്ട്. പോപ്പുലറായിട്ട് സിനിമാ മേഖലയിൽ റെമ്യൂണറേഷൻ മേടിച്ചു നിന്ന പല നടീനടന്മാരുടെ അവസാന കാലം വളരെ വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഉദാഹരണമായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാമ്പത്തികമായിട്ട് വളരെ പരാജയത്തിലാണ് നിൽക്കുന്നതെന്ന് കേൾക്കുന്നു. അതുപോലെ കൊച്ചിൻ കനീഫ, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമില്ല എന്ന് കേൾക്കുന്നു. അങ്ങനെ പല ആളുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവര് പൈസ കിട്ടുന്ന സമയത്ത് അവർ മേടിക്കട്ടെ. അവരെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, ഇല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് ചാൻസ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കുക, ഇല്ലെങ്കിൽ അനങ്ങാതെ വീട്ടിലിരിക്കുക. പ്രായമായി സുരേഷ് കുമാറിനൊക്കെ റിട്ടയർമെന്റ് ആയി, മകള് തന്നെ കല്യാണം കഴിച്ച് റിട്ടയർമെന്റ് ആയി. ഇനി ഇയാൾക്ക് ഇത്രയും പ്രായമായിട്ട് റിട്ടയർമെന്റ് ആവാൻ എന്താണ് ഒരു വിഷമം? അയാളൊക്കെ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുക, പഴയ സിനിമകളൊക്കെ കണ്ട് ഇരിക്കുക, പഴയ സിനിമകളുടെ കാര്യങ്ങളോ വല്ലതൊക്കെ വിറ്റ് കാശ് കിട്ടുമെങ്കിൽ അതൊക്കെ മേടിച്ചിരിക്കുക. പുതിയ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമെന്ന് മനസ്സിലാക്കി റിട്ടയർമെന്റ് ആകുന്ന ഒരു പ്രായത്തിൽ റിട്ടയർമെന്റ് ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് സമരം ചെയ്യാനോ അതിനൊന്നും നടക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.